ജീവൻ രേഖയുടെ ഈ ആഴ്ചത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്ന് പറയുന്ന എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ക്യാൻസറിനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. കണ്ടുപിടിച്ചാലോ തീർച്ചയായിട്ടും 100% ചികിത്സ ഉള്ളൊരു രോഗാവസ്ഥയാണ്. ഇന്ന് നമുക്ക് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ക്യാൻസറിനെ കുറിച്ച് ഡോക്ടർ ചിത്രതാരയോട് ചോദിക്കാം. ഡോക്ടർ ചിത്രതാര ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ HOD ആൻഡ് സീനിയർ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ്. ഡോക്ടർ, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. സ്ത്രീകളുടെ ക്യാൻസർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് യൂട്രൈൻ സെർവൈക്കൽ ക്യാൻസറാണ്. അപ്പം ഈ സെർവൈക്കൽ ക്യാൻസർ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കണ്ടുവരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സെർവൈക്കൽ ക്യാൻസറിൻ്റെ കാരണം തന്നെ ഒരു ഇൻഫെക്ഷൻ, ഹ്യൂമൻ പാപ്പുലോമ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ആണല്ലോ. നമ്മുടെ കേരളത്തിൽ ഇപ്പം വളരെ കുറവാണ് സെർവൈക്കൽ ക്യാൻസർ. റൂറൽ ഇന്ത്യയിലാണ് ഇപ്പോൾ കൂടുതൽ. ആൻഡ് അർബൻ ഇന്ത്യയിലും കേരളത്തിലും വളരെ കുറവാണ് സെർവൈക്കൽ ക്യാൻസർ. കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഒരു 8 തൊട്ട് 9% വരെ ഉള്ളൂ. വളരെ കുറവാണ് സെർവൈക്കൽ ക്യാൻസർ. ഏതാണ്ട് അതിനടുത്ത് നിൽക്കുകയാണ് ഒവേറിയൻ ക്യാൻസറും. ഒരു 7% ആയിരിക്കുകയാണ് ഒവേറിയൻ ക്യാൻസർ. ചിലപ്പോൾ ഈ സ്തനാർബുദമൊക്കെ കൂടുതലാകുന്ന കൊണ്ടാകാം അണ്ഡാശയ ക്യാൻസറും നമുക്ക് പ്രതീക്ഷിക്കാം അതും ഇനിയും ഭാവിയിൽ പിന്നെയും കൂടുമെന്ന്. സ്തനാർബുദ രോഗികളുടെ ബന്ധുക്കൾക്ക്, സ്തനാർബുദം ഉള്ളവർക്ക്, അവർക്കെല്ലാം അണ്ഡാശയ ക്യാൻസറും വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ പണ്ടത്തെ ആ ഒരു കണക്കുകൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഗർഭാശയമുഖ ക്യാൻസർ കുറഞ്ഞ് ഇപ്പോൾ സ്തനാർബുദവും അതുപോലെ തന്നെ ഒവേറിയൻ ക്യാൻസറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗർഭാശയകള ക്യാൻസറിന്റെ പണ്ട് പറഞ്ഞ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ലൈംഗിക ശുചിത്വമില്ലായ്മ, കൂടുതൽ ജീവിത പങ്കാളികൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ഗർഭനിരോധന ഗുളികകൾ കൂടുതൽ നാൾ കഴിക്കുക, അതുപോലെ പുകവലി, ഇതെല്ലാം അതിന് കോഫാക്ടറാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഈ അണുബാധ കൂടാനുള്ള കാരണങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പം ഇതൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ അണുബാധയും നമുക്ക് കുറയ്ക്കാം. അപ്പം ക്യാൻസറിൻ്റെ ഇൻസിഡൻസും നമുക്ക് കുറയ്ക്കാം. പിന്നെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ലിറ്ററേറ്റ് ആണ്, ലിറ്ററസി വളരെ കൂടുതലാണല്ലോ. അതുകൊണ്ടായിരിക്കും അവർ കൂടുതൽ ആൾക്കാർ ഇതിനു വേണ്ടി ടെസ്റ്റുകൾ നടത്തും. അവർക്ക് അവരുടെ ശുചിത്വം കൂടുതലാണ് കേരളത്തിൽ പ്രോബബ്ലി. അതൊക്കെ കൊണ്ടാകാം കേരളത്തിൽ കുറഞ്ഞു വരുന്നത്. സ്ത്രീകളിൽ വരാവുന്ന, അതായത് സ്ത്രീകളെ സംബന്ധിച്ച് വരുന്ന 4 ക്യാൻസറുകൾ, ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ, പിന്നൊന്ന് യൂട്രസ്, സെർവിക്സ് ആൻഡ് ഒവേറിയൻ ക്യാൻസർ. എനിക്കൊന്ന് നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് പറഞ്ഞു പോകും, അതായിരിക്കും എളുപ്പം. അപ്പം ആദ്യം തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി. അപ്പം ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് തടയാൻ എന്തൊക്കെ സ്ക്രീനിങ് മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്? സ്ക്രീനിങ് മെത്തേഡ്സ് 3 തരത്തിലാണ്. ഒന്ന് സ്തനം സ്വയം പരിശോധിക്കുക, രണ്ടാമത്തേത് ഒരു ഡോക്ടറെ കൊണ്ടുള്ള സ്തന പരിശോധന, മൂന്നാമത്തേത് മാമോഗ്രഫി. ഇനിയിപ്പോൾ അൾട്രാസൗണ്ട് എക്സാമിനേഷനും ഒരു നല്ല സ്ക്രീനിങ് മെത്തേഡാണ്. അത് WHO ഓൾറെഡി സ്ക്രീനിങ് റെക്കമെൻഡേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും 40 വയസ്സിന് താഴെ ഉള്ളവരിൽ അൾട്രാസൗണ്ടാണ് ഏറ്റവും നല്ല സ്ക്രീനിങ് മെത്തേഡ്. അതുപോലെ തന്നെ MRI സ്ക്രീനിങ്, അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാലും ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാമോഗ്രാഫിക്ക് പ്രയോജനമില്ലാത്തവർ MRI സ്ക്രീനിങ്ങിന് പോകാം. പിന്നെ PET-CT എന്ന് പറഞ്ഞ് PET-CT ഇപ്പം വന്നിട്ടുണ്ട് പുതിയ. പക്ഷേ ഇപ്പം നമുക്കത് സ്ക്രീനിങ്ങിന് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അതൊരു പ്രൂഫായിട്ട് വന്നിട്ടില്ല, തെളിയിച്ചിട്ടില്ല അതൊരു സ്ക്രീനിങ്ങിന് നല്ലതാണെന്നുള്ളത്. എന്ന് വെച്ചാൽ ഒത്തിരി ഫോൾസ് പോസിറ്റീവ്, ചിലപ്പം ക്യാൻസർ കാണത്തില്ല, പക്ഷേ ഈ PET-CT പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ ചിലപ്പം ക്യാൻസർ കാണും, അത് നെഗറ്റീവായിരിക്കും. അങ്ങനത്തുള്ള കേസസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അതൊരു PET-CT എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ റെക്കമെൻഡേഷനിൽ സ്ക്രീനിങ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് എക്സാമിനേഷൻ ആയിരിക്കും ഏറ്റവും നല്ലത്. അതെ, ഇപ്പം RCC തന്നെ കഴിഞ്ഞ വർഷം ഒരു സ്റ്റഡി RCCയിൽ നടത്തിയിട്ട് സ്തനം സ്വയം പരിശോധന കേരളത്തിൽ നല്ലൊരു മെത്തേഡായിട്ടാണ് കണക്കാക്കുന്നത്, തെളിയിച്ചത്. അപ്പം അടുത്തായിട്ട് കണ്ടുവരുന്നത് ഈ സെർവൈക്കൽ ക്യാൻസറാണ്. അപ്പോൾ സെർവൈക്കൽ ക്യാൻസർ ഉള്ള, എനിക്കൊന്ന് സെർവൈക്കൽ ക്യാൻസറൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് ഡിലേ വരുന്ന ഒരു ക്യാൻസേഴ്സാണ്. എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഈ സെർവൈക്കൽ ക്യാൻസർ ഉള്ള ഒരു? സെർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിനൊരു വാക്സിൻ, ക്യാൻസർ നിവാരണ വാക്സിൻ കണ്ടുപിടിച്ചു. ഏറ്റവും ആദ്യം ഈവൻ ക്യാൻസർ ആകുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കാനുള്ള പാപ്സ്മിയർ ടെസ്റ്റുള്ള ഒരു ക്യാൻസറാണ് ഗർഭാശയകള ക്യാൻസർ. ഇത് രണ്ടും കൂടെ ഇങ്ങനെയുള്ള ഇത് വേറെ ഒരു ക്യാൻസറിനും വന്നിട്ടില്ല. ഒരു വാക്സിൻ തന്നെ ഒരു ക്യാൻസറിനും ഇപ്പം അസച്ച് വന്നിട്ടില്ല. ഗർഭാശയകള ക്യാൻസറിന് മാത്രമാണ്. അതാണ് പ്രാഥമിക നിവാരണം, പ്രൈമറി പ്രിവെൻഷൻ. ഇത് നമ്മളുടെ ഒരു കോസ് അത് മാറ്റി. അപ്പം ഹ്യൂമൻ പാപ്പുലോമ വൈറസ് അതിൻ്റെ കോസാണ്, അതിന് അഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ എടുക്കുക. അപ്പോൾ നമുക്ക് അത് ഒരു 80% വരെ
വെച്ചാൽ അത്രയും വൈറസ് ഇപ്പോൾ ഒരു 5 വൈറസ് കൊണ്ട് അത് ഉണ്ടാകുന്നെങ്കിൽ 2 വൈറസിൻ്റെ വാക്സിനേ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ 80% വരെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു കാലത്ത് കേൾക്കാം ഇതും സ്മോൾ പോക്സ് ഒക്കെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്ത പോലെ ക്യാൻസർ നിർമ്മാർജ്ജനം അല്ലെ ഇറാഡിക്കേറ്റ് ചെയ്തു എന്നൊരു ശുഭവാർത്ത നമുക്ക് അടുത്ത കാലത്ത് തന്നെ പ്രതീക്ഷിക്കാം. എങ്കിൽ കൂടിയും ഡോക്ടർ ഇപ്പം അതിൻ്റെ പ്രധാന അതുകൂടാതെ തന്നെ നമ്മൾ ലക്ഷണങ്ങളും ഈവൻ സർവൈക്കൽ ക്യാൻസറിന് ഗർഭാശയ ക്യാൻസറിനും ഗർഭാശയകള ക്യാൻസറിനും എനിക്ക് തോന്നുന്നു ഒന്നിച്ച് സിംറ്റം പറയുകയായിരിക്കും നല്ലത്. ഇത് രണ്ടും നമുക്ക് ഇപ്പോൾ യോനിയിൽ കൂടി ഘടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് സിംറ്റംസ് ഏർലി ആയിട്ട് വരും. ഇത് ക്രമം തെറ്റിയുള്ള ബ്ലീഡിങ്. സാധാരണ ഒരു മാസമറ നമുക്ക് കൃത്യമായിരിക്കണം. ഒരു 28 ദിവസം ഉള്ള 35 ദിവസം വരെയുള്ള റെഗുലർ മെൻസസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് എന്ത് അസാധാരണ മെൻസസ് വന്നാലും അത് ഗൗരവമായിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഇത് ബന്ധപ്പെട്ടതിന് ശേഷമുള്ള രക്തം പോക്ക്, ദുർഗന്ധമുള്ള വെള്ളപോക്ക്, ദുർഗന്ധമുള്ള ചുമപ്പ് കലർന്ന ബ്ലഡ് കലർന്ന വെള്ളപോക്ക്, അത് ഗർഭാശയ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ആർത്തവ വിരാമത്തിന് ശേഷം ഈവൻ ഒരു സ്പോട്ട് ബ്ലഡ് ആണെങ്കിൽ പോലും അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മൾ 50 വയസ്സായ ഒരാൾക്ക് ആർത്തവ നിന്നിട്ട് 1 വർഷം കഴിഞ്ഞ് ബ്ലീഡിങ് ഉണ്ടായി. അവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചിലപ്പോൾ റിസ്ക് വളരെ കുറവായിരിക്കും. അതിലൊരു 10% ആൾക്കാർക്കേ കാണുകയുള്ളൂ ചിലപ്പം ഗർഭാശയ ക്യാൻസർ. എന്നാൽ ഗർഭാശയ കളമോ എന്നാൽ 60-70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലൊന്ന് ബ്ലീഡിങ് ഉണ്ടായാൽ വളരെ സാധ്യത കൂടുതലാണ്. സർവൈക്കൽ ക്യാൻസർ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ പാപ്സ്മിയർ ടെസ്റ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ബേസ് സൈറ്റോളജി ഇത് എത്ര പ്രായം തൊട്ടാണ് ചെയ്തു തുടങ്ങേണ്ടത്? ഇത് WHO നിർദ്ദേശപ്രകാരം 35 ഡെവലപ്പിംഗ് കൺട്രീസിൽ 35 വയസ്സ് കഴിഞ്ഞാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് 2 പാപ്സ്മിയർ 5 വർഷത്തിനിടവിട്ട് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി എല്ലാ വർഷവും ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ തന്നെ പല ക്യാൻസർ സൊസൈറ്റി, ഗൈനക്കോങ്കോളജി അസോസിയേഷൻ, അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ഇതെല്ലാം സെക്ഷൽ ലൈഫ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് റെഗുലറായിട്ട് ഇയർലി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പാപ്സ്മിയർ ആണെങ്കിൽ, സാധാരണ പാപ്സ്മിയർ ആണെങ്കിൽ. ലിക്വിഡ് പാപ്സ്മിയർ ആണെങ്കിൽ 2 വർഷത്തിലോ 3 വർഷത്തിലോ ഒരിക്കലും മതി. എത്ര നാൾ വരെ ചെയ്യേണ്ടി വരും? ഇപ്പം ചിലർക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം നെഗറ്റീവ് ആണെങ്കിൽ, കണ്ടിന്യൂസ് 3 വർഷം നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ഇത് കുറയ്ക്കാം, കാലാവധി കൂട്ടാം. പിന്നെ 70 വയസ്സ് കഴിഞ്ഞിട്ട് അത് അത്ര ആ ഒരു ഇതിൽ ഇൻഡിക്കേറ്റഡ് അല്ല. ഇങ്ങനെ ഒരു 3 വർഷവും നെഗറ്റീവാണ്, ആൾ 65-70 വയസ്സായെങ്കിൽ നമുക്കത് സ്ക്രീനിങ് നിർത്താവുന്നതാണ്. ഈ ഇപ്പം പുതിയതായിട്ട്, അതായത് ഈ പാപ്സ്മിയറിന്റെ കൂടെ തന്നെ HPV വൈറസ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ ചെയ്യാൻ, അത് നിർബന്ധമായിട്ടും ഈ സ്ക്രീനിങ്ങിന്റെ കൂടെ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? HPV DNA ടെസ്റ്റിങ് ഒരു നൂതന മാർഗമാണ് വൈറസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. ഹൈ റിസ്ക് വൈറസസ്, അപ്പം ഞാൻ പറഞ്ഞ അർബുദകാരികളായ 50ഓളം വൈറസസുകൾ ഹൈ റിസ്ക് വൈറസസും ലോ റിസ്ക് വൈറസസ് എന്നാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ 5 ഹൈ റിസ്ക് വൈറസസ് ആണ് ഗർഭാശയ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ HPV DNA ടെസ്റ്റിംഗ് കൊണ്ട് ഹൈ റിസ്ക് വൈറസ് ഉണ്ടോ, നമുക്ക് കൂടുതലായിട്ട് പാപ്സ്മിയർ എടുക്കണോ, സ്ക്രീനിങ് ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പം കുട്ടികളെല്ലാം കംപ്ലീറ്റ് ഫാമിലി ആയാൽ അവർക്ക് വേറെ ഇപ്പം ഗർഭാശയ കളമോ ഗർഭാശയോ തന്നെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. അതിനൊക്കെയാണ് നമ്മൾ ഈ HPV DNA ടെസ്റ്റിംഗ് ചെയ്യുന്നത്. പക്ഷേ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നത് പറയുന്നില്ല. അതുകൊണ്ട് പാപ്സ്മിയർ നമുക്കൊരിക്കലും ചെയ്യാതിരിക്കാൻ, അത് വേണ്ടാന്ന് വെക്കാൻ പറയില്ല. ഈ HPV DNA ടെസ്റ്റിംഗ് നെഗറ്റീവോ പോസിറ്റീവോ ആയാലും ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് അത് പറയുന്നില്ല. അത് പാപ്സ്മിയർ ടെസ്റ്റ് കൊണ്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ആഡഡ് ബെനിഫിറ്റാണ്. എത്ര റിസ്ക് ഉണ്ട് അവർക്ക്, ഹൈ റിസ്ക് വൈറസ് ഉണ്ട്, അവരിൽ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ പാപ്സ്മിയർ ടെസ്റ്റ് അത്രയൊരു സ്പെസിഫിസിറ്റി ഇല്ലാത്തൊരു, അതായത് നമുക്ക് എല്ലാ ക്യാൻസറുകളും അത് വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഗർഭാശയമുള്ള ക്യാൻസർ എല്ലാ ക്യാൻസറും പറ്റത്തില്ല. അത് 98% അതിന്റെ സ്പെസിഫിസിറ്റി. എന്ന് വെച്ചാൽ അതിന് ഫോൾസ് പോസിറ്റിവിറ്റി വളരെ കുറവാണ്. ഉണ്ടെന്ന് പറഞ്ഞാൽ 2% തെറ്റുള്ളൂ. പക്ഷേ ഇല്ല എന്ന് പറഞ്ഞാൽ 15% തെറ്റുവരും. അത് കൂടുതലും നമുക്ക് സെൽസ് കിട്ടുന്നില്ല. സാധാരണ ഒരു അയേഴ്സ് സ്പാറ്റുല എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെന്റ് വെച്ചാണല്ലോ ഈ കോശങ്ങൾ ശേഖരിക്കുന്നത്. പക്ഷെ അത് നമ്മളൊരു സ്ലൈഡിലേക്ക് പരത്തുമ്പോഴത്തേക്കും പിന്നെ അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുവാണ് ബക്കറ്റിലേക്ക്. പക്ഷെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒത്തിരി കോശങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് നമുക്ക് എത്ര കോശങ്ങൾ നോക്കിയാലും ഇത് കണ്ടുപിടിക്കാൻ പറ്റും, അത്രയും കോശങ്ങൾ കാണുന്നില്ല. അതാണ് കൂടുതൽ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ഇപ്പോൾ ലിക്വിഡ് പാപ്സ്മിയർ
മുഴുവൻ കോശങ്ങളെ അതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു ലായനിയിലേക്ക് മുക്കി സ്റ്റൈർ ചെയ്തിട്ട് കളയുന്നത്. അപ്പം കൂടുതൽ കോശങ്ങൾ നമുക്ക് കിട്ടുന്നു.